فإن خير الكلام كلام الله وخير الهدي هدي محمد وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل ولا حول ولا قوة إلا بالله العلي العظيم. 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 ബഹുമാനമുള്ള പി ഉസ്താദ് അവർകളെ, ബഹുമാനമുള്ള മറ്റു പണ്ഡിതന്മാരെ, മഹാന്മാരായ സാദാത്യങ്ങളെ, ഉമറാക്കളെ, ദീനിൻ്റെ പ്രതീക്ഷകളും കാവലുകളുമായ യുവ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹിൻ്റെ വചനങ്ങളുടെയും തിരുവചനങ്ങളുടെയും മുന്നിൽ ഇന്നും ഒരുമിച്ചുകൂടാനുള്ള ഒരു ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. അള്ളാഹു അതിനോട് നീതി പുലർത്തുന്ന വാക്കുകളും ശ്രവണങ്ങളും അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുകയും വാക്ക് പറയുകയും സമ്പത്ത് ചെലവാക്കുകയും ചെയ്ത എല്ലാ ആളുകളെയും ഖുർആനിൻ്റെ സഹായികളിൽ അള്ളാഹു നാളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു തആല കരുണ ചെയ്യട്ടെ, അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. നമ്മുടെ ഉസ്താദുമാർക്കും അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. ജന്നാത്തുൻ നഈമിൻ്റെ കവാടം അള്ളാഹു എല്ലാവരുടെയും ഖബറിലേക്ക് തുറന്നു കൊടുക്കട്ടെ. അള്ളാഹു നല്ല ഒരു ബോധം, ഒരു നല്ല ചിന്തയും ഇതുവഴി ഉണ്ടായി സമുദായത്തിന് ഇതിലൂടെ ഒരു മാറ്റം അള്ളാഹു തആല, നന്മയിലേക്കുള്ള ഒരു മാറ്റം അള്ളാഹു തആല ഈ പരിപാടിയിലൂടെ നൽകുമാറാകട്ടെ. അള്ളാഹിൻ്റെ ഫിർദൗസ് എന്ന സ്വർഗത്തിൻ്റെ രഹസ്യ കേന്ദ്രം അള്ളാഹു നമ്മിലേക്ക് ഇതുവഴി തുറക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം ഐക്യപ്പെടേണ്ടത് എന്നതാണല്ലോ ഇന്നത്തെ വിഷയം. അപ്പം ഇനി ആ മൊബൈലൊക്കെ അങ്ങനെ അങ്ങോട്ട് എൻ്റെ ആ സൈലൻ്റ് ഓപ്ഷനിലേക്ക് ആക്കിയിട്ട് കുറച്ച് നേരം മിണ്ടാതെ വളരെ ശ്രദ്ധിച്ച് ഇരിക്കുക. പ്രത്യേകിച്ച് ഇദാ ഖുരിഅൽ ഖുർആൻ, وإذا قرئ القرآن فاستمعوا له وأنصتوا لعلكم ترحمون. ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും മിണ്ടാതിരിക്കുകയും വേണം. അപ്പോഴേ അള്ളാഹുവിൻ്റെ കരുണ നിങ്ങൾക്കുണ്ടാവുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും മിണ്ടാതെ വളരെ അച്ചടക്കത്തിലിരിക്കും. അല്ലാഹു തആല ഉപകാരപ്രദമായ ഒരു രാത്രിയായി ഇതിൽ നമ്മളിൽ നിന്നൊക്കെ സ്വീകരിക്കട്ടെ. മുഅ്മിനീങ്ങളെ, നാം ഐക്യപ്പെടേണ്ടത് എന്നതാണ് വിഷയം. ഐക്യം എല്ലാവർക്കും വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ്. സ്വാഭാവികമായും ഐക്യത്തിൻ്റെ വാക്ധോരണികളെങ്കിലും നാം മുഴക്കും. ഐക്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയും. അതൊക്കെ എല്ലാവർക്കും വലിയ സന്തോഷം. അതുകൊണ്ട് പ്രസംഗത്തിൻ്റെ മിത്ത് എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ എങ്ങനെ, എന്തിന്? യൂശിക്കുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅൽ ആകിലതു ഇലാ ഖസ്അതിഹാ. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി എല്ലാവരും ചിന്തിക്കും,
ഹബീബായ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ദാവൂദ് ആ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സുപ്രയുടെ ചുറ്റുഭാഗത്തും ഇരിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന താല്പര്യക്കാർ ആ സുപ്രയുടെ ഭക്ഷണത്തെ വലിച്ചു വാരി തിന്നുന്നത് പോലെ യൂഷിക്കുൽ ഉമ്മത്തുകൾ നിങ്ങളെ ആക്രമിക്കാൻ വരുന്ന കാലം അടുത്തിട്ടുണ്ടെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മത്ത് എന്നാൽ പാർട്ടി, സമൂഹം, ഗോത്രം, രാഷ്ട്രം എന്നൊക്കെ ഉമ്മത്ത് എന്ന വാക്കിന് അർത്ഥമുണ്ട്. വളരെ ചിന്തിക്കണം. യൂഷിക്കുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅൽ ആകിലതു ഇലാ ഖസ്അതിഹാ. ഉമ്മത്തുകൾ നിങ്ങളെ ആക്രമിക്കാൻ അടുത്തു വരുന്ന ഒരു കാലഘട്ടം വരുന്നുണ്ട്. ഉമ്മത്ത് എന്നാൽ ഒന്നിരിക്കൽ പാർട്ടി, അപ്പോൾ പിന്നെ ഉമ്മത്തിന്റെ ബഹുവചനമാണ് ഉമം എന്ന് പറയുന്നത്. ഉമ്മത്ത് എന്നല്ല ഉമം എന്നാ പറയും. അപ്പോൾ ഒരു പാർട്ടിയല്ല, ഒരുപാട് പാർട്ടികൾ. ഉമ്മത്തിന് സമൂഹം എന്നാണ് അർത്ഥമെങ്കിൽ ഉമം എന്നാണ് അവിടെയും പറഞ്ഞത്. ഒരു സമൂഹമല്ല, ഒരുപാട് സമൂഹങ്ങൾ. ഉമ്മത്തിന് ഗോത്രം എന്നാണ് അർത്ഥമെങ്കിൽ ഒരു ഗോത്രമല്ല ഉമം, ഒരുപാട് ഗോത്രങ്ങൾ. ഉമ്മത്തിന് രാഷ്ട്രം എന്നാണ് അർത്ഥമെങ്കിൽ ഉമം, ഒരു രാഷ്ട്രമല്ല, ഒരുപാട് രാഷ്ട്രങ്ങൾ. നിങ്ങളെ നശിപ്പിക്കുന്ന കാര്യത്തിൽ അവർ സംഘം ചേരും. അങ്ങനെയാണല്ലോ ഇന്നത്തെ പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത്. മുസ്ലിം സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി സംഘം ചേരുകയാണ്. അത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഇല്ലാത്ത അണ്വായുധത്തിന്റെ പേര് പറഞ്ഞ് അമേരിക്ക ഇറാഖിലേക്ക് കയറി അതിനെ നശിപ്പിച്ചു. 6.5 ലക്ഷത്തിലേറെ ആളുകളെയാണ് അധിനിവേശത്തിന് ശേഷം അവർ കുരുതി കൊടുത്തത്. 6.5 ലക്ഷത്തിലേറെ ആളുകൾ. മിനിഞ്ഞാന്ന് മനോരമ തന്നെയല്ലേ ഇത് പ്രസിദ്ധീകരിച്ചത്? ഈ കഴിഞ്ഞ ആഴ്ച 6.5 ലക്ഷത്തിലേറെ ആളുകളെയാണ് ഇവർ അധിനിവേശത്തിന് ശേഷം കുരുതി കൊടുത്തിട്ടുള്ളത്. 6.5 ലക്ഷത്തിലേറെ ആളുകൾ, അഥവാ ജനസംഖ്യയുടെ വലിയ ഒരു ഭാഗം, ഇറാഖിലെ ജനസംഖ്യയുടെ വലിയൊരു ഭാഗം. ഈ 6.5 ലക്ഷത്തിൽ തന്നെ 99% പുരുഷന്മാർ. 6.5 ലക്ഷം നഷ്ടപ്പെടുന്നതോടുകൂടെ 60 ലക്ഷത്തിലേറെ മനുഷ്യർ വഴിയാധാരങ്ങളാകും. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക് പറഞ്ഞത്? കുട്ടികളല്ല ഇത്, വൃദ്ധന്മാരല്ല ഇത്, സ്ത്രീകളല്ല ഇത്. കുടുംബത്തിന്റെയും ഗോത്രത്തിന്റെയും സമൂഹത്തിന്റെയും നെടുംതൂണുകളായ പുരുഷന്മാർ. ഹബീബായ റസൂലുള്ളാഹി മുസ്തഫായ നബി പറഞ്ഞു, യുദ്ധങ്ങൾ അധികരിക്കും. തക്സുറുൻ നിസാ വ തഖല്ലുൽ റിജാൽ. പെണ്ണുങ്ങൾ കൂടുകയും ആണുങ്ങൾ കുറയുകയും. ഫാഹിഷത്തെ അധികരിക്കും, വ്യഭിചാരം, അശ്ലീലത എന്നൊക്കെ അർത്ഥം. 50 പെണ്ണുങ്ങൾക്ക് ഒരു കൈകാര്യകർത്താവായ പുരുഷൻ എന്ന ശതമാനക്കണക്ക് മാത്രമേ ചിലപ്പോൾ സമൂഹത്തിൽ ബാക്കിയുണ്ടാവുകയുള്ളൂ എന്നൊരിക്കൽ ഹബീബായ നബി ആധുനിക ഇറാഖിനെ കുറിച്ചൊക്കെ അല്ലേ ആ പറഞ്ഞത് എന്ന് ചിന്തിച്ചു പോവുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ പറയുന്നത്? ആ ഹദീസ് ബുഖാരിയിലുണ്ട്. 50 പെണ്ണുങ്ങൾക്ക് അൽ ഖയ്യിമുൽ വാഹിദ്, ഒരു കൈകാര്യക്കാരൻ, ഒരാൾ. 50 പെണ്ണുങ്ങൾക്ക് ഒരു പുരുഷൻ എന്ന നിലവാരത്തിലേക്ക് ആണുങ്ങളുടെ ജനസംഖ്യ കമ്മിയാകും എന്ന് ഹബീബായ നബി. അല്ലാഹുമ്മ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ പടച്ചോനെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കണം. ഇല്ലാത്ത അണ്വായുധങ്ങളായിരുന്നു പറഞ്ഞിരുന്നത് എന്ന് ഇപ്പോൾ അവർ തന്നെ സമ്മതിക്കും. എന്നാൽ അണ്വായുധങ്ങളുണ്ട്, അണുപരീക്ഷണങ്ങളുമുണ്ട്, എല്ലാമുണ്ട്. ഉത്തര കൊറിയയുടെ കയ്യിൽ പരീക്ഷിച്ചു, വലിയ പരീക്ഷണം നടത്തി.
ലോകത്തെ പാശ്ചാത്യ ശക്തികൾ തന്നെ പറഞ്ഞത് അവർ ലോകത്തെ ഞെട്ടിച്ചു എന്ന്. എന്നിട്ടും എന്ത് ചെയ്തു? അപ്പോൾ ഇവിടെ അണ്വായുധത്തിൻ്റെതല്ല വിഷയം. അണ്വായുധത്തിന്റെ പേരിൽ ഉപരോധിക്കുകയാണെങ്കിൽ ലോകം മുഴുവനും അമേരിക്കയെ ആണ് ഉപരോധിക്കേണ്ടത്. കാരണം ലോകത്തെ ഏറ്റവും വലിയ അണ്വായുധ ശക്തി അമേരിക്ക. അപ്പോൾ പിന്നെ വിഷയം എവിടെയാ? ഇത് നിങ്ങൾ ചിന്തിക്കണം, ഇത് നിങ്ങൾ മനസ്സ് തുറന്ന് കേൾക്കണം. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഇതുവഴി നാം എന്തു ചെയ്യണമെന്നതിലേക്കാണ്, ഒരു ടെററിസത്തിൻ്റെക്കല്ല. അതിന് ഞാൻ എതിരാണ്. ആ ചിന്തക്കും ആ എടുത്തുചാട്ടത്തിനും ഞാൻ എതിരാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയാണ് ആദ്യം നമ്മൾ സാഹചര്യത്തെ ഉൾക്കൊള്ളും. ഇത് ഉൾക്കൊള്ളൽ എല്ലാവരുടെയും കടമയാണ്, പെണ്ണുങ്ങളുടെ അടക്കം കടമയാണ്. എന്തുകൊണ്ട്? സഹോദരിമാരാണ് കഴിഞ്ഞ ചരിത്രത്തിൽ ധീരന്മാരായ ആളുകളെ ഉമ്മത്തിന് നൽകിയിട്ടുള്ളത്. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ. അസ്മാ ബീവിയാണ് ഹജ്ജാജ് ബിൻ യൂസുഫിനെതിരെ പട നയിക്കാൻ, അക്രമിയായ ഹജ്ജാജ് ബിൻ യൂസുഫിനെതിരെ പട നയിക്കാൻ തന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ സുബൈറിനെ പ്രേരിപ്പിച്ചത് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ബിൻ സുബൈറിനെ കൊന്നിട്ടു. അപ്പൊ ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ പട്ടാളം ഒന്ന് വരൂ എന്ന് പറഞ്ഞിട്ട് പോയി നോക്കിയില്ല. ഞാനവനെ സ്വർഗത്തിലേക്ക് അയച്ചതാണെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? സിദ്ദീഖുൽ അക്ബറിന്റെ മകൾ, സിദ്ദീഖുൽ അക്ബറിന്റെ മകൾ അസ്മാ ബിൻത് അബീ ബക്കർ. സുബ്ഹാനല്ലാഹ്, എന്തൊരു ശക്തിയായിരുന്നു ആ പ്രേരണതക്കുണ്ടായിരുന്നത്. ചിന്തിക്കും. തന്റെ മകനെ ലഭിച്ചപ്പോൾ മറവ് ചെയ്യുന്നതിന് മുമ്പ് കഫൻ ചെയ്യാൻ വേണ്ടി തന്റെ അരികിലേക്ക് കൊണ്ടുവന്നപ്പോൾ ബഹുമാനപ്പെട്ട പരിശുദ്ധമായ സംസം വെള്ളം അല്പമെടുത്തിട്ട് തന്റെ മകന്റെ പുണ്യപൂമേനിയിൽ കുടയുകയും കഫൻ ചെയ്യാൻ സഹായിക്കുകയും മറവ് ചെയ്യാൻ അയക്കുകയും ചെയ്തു അസ്മാ ബിൻത് അബീ ബക്കർ. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് സമൂഹത്തിലെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സ്ത്രീകൾക്കടക്കം ബാധ്യതയുണ്ട്. والبلد الطيب يخرج نباته بإذن ربه والذي خبث لا يخرج إلا نكدا. ഭൂമി നന്നായാൽ മാത്രമേ കൃഷി നന്നാവൂ എന്നൊരിടത്തിൽ ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ പങ്കിന്തരേണ അതുവഴിയൊക്കെ പോവാണ് സാന്ദർഭികമായി. ഭൂമി നന്നായാലേ കൃഷി നന്നാകൂ എന്ന് പറയുന്നു. ഏതാ ഭൂമി? നിസാഉകും ഹറുസുൽ ലക്കും, നിങ്ങളുടെ ഭൂമി സ്ത്രീകളാണ് എന്ന് വേറൊരിടത്ത് പറയുന്നു. ഭൂമി നന്നായാലേ കൃഷി നന്നാവും. വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇذനി റബ്ബിഹി വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. തരിശുഭൂമി കൊണ്ട് പാഴ്ചെടികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇവിടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. സാമൂഹികമായ ഉത്തരവാദിത്തത്തിൽ ആരും ഒഴിവല്ല, എല്ലാവരും ഉണ്ട്. പണ്ഡിതൻ, പണക്കാരൻ, വിദ്യാർത്ഥി, അധ്യാപകൻ, സഹോദരിമാർ, എല്ലാവരും അവരവർക്ക് അവരവരുടേതായ ഉത്തരവാദിത്തങ്ങൾ. അതുകൊണ്ടാണല്ലോ ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപത്യത്തിനെതിരെ പിടിച്ചു നിന്ന പെണ്ണിനെയാണ് അള്ളാഹു ഈമാനിന്റെ ഉദാഹരണമായി പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഈമാനിന് ഒരു ഉദാഹരണം, ഈമാനിന് ഒരു മാതൃക. നിങ്ങൾ ഇങ്ങനെയായാൽ ഈമാനാകുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഒരാളെ, ആരെ? ഒരു പെണ്ണിനെ. ഏതാ ഈ പെണ്ണ്? ഇന്നത്തെ അമേരിക്കയുടെ അന്നത്തെ പതിപ്പ്. ലോകത്തെ ഏറ്റവും വലിയ ഏകാധിപത്യമായിരുന്നു. അതിനെതിരെ, ആ ഫറോവയുടെ ഇബീലിസത്തിനെതിരെ പിടിച്ചു നിന്ന പെണ്ണാണ് ലോകത്തെ ഏറ്റവും വലിയ ഈമാനിന്റെ ഉദാഹരണം. അങ്ങനെയാ. وضرب الله مثلا للذين آمنوا امرأة فرعون
إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. ഈ പെണ്ണാണ് സ്വർഗത്തിലെ നേതാക്കളുടെ പെണ്ണുങ്ങളുടെ നേതാക്കളായ 4 വനിതകളിൽ ഒരു വനിതയെന്ന് ഹബീബായ നബി അങ്ങനെ പറഞ്ഞു. وضرب الله مثلا للذين آمنوا امرأة فرعون. സത്യവിശ്വാസികളായ ആളുകൾക്ക് ഈമാൻ നേടണമെന്ന് താല്പര്യമുള്ളവർക്ക് ഞാൻ ഈമാനിനെ ഒരു ഉദാഹരണം പറയാം എന്ന് ഖുർആൻ പറയും. ആരാ ഉദാഹരണം? ഇംറഅത്തു ഫിർഔൻ, ഫറോവയുടെ ഭാര്യ. ഫറോവയുടെ ഭാര്യ എന്നേ പറഞ്ഞുള്ളൂ, ആസിയ എന്ന് പോലും പറഞ്ഞില്ല. ആസിയ എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് മതിയായിരുന്നു. മനസ്സിലായില്ല? ആസിയ എന്ന് പറഞ്ഞാല് നിങ്ങളുടെ കൂടെ അല്ലേ? ആസിയ എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് മതി. ഇംറഅത്തു ഫിർഔൻ 2 വാക്ക് വേണം. നിങ്ങളുടെ കൂടെ അല്ല, നിങ്ങളുടെ കൂടെ അല്ല. ആസിയ എന്ന് പറഞ്ഞാൽ ഒരു വാക്ക്, ഇംറഅത്തു ഫിർഔൻ എന്ന് പറഞ്ഞാലോ 2 വാക്ക്. എന്തേ അത് പറഞ്ഞത്? ആസിയ എന്നായിരുന്നു പറഞ്ഞിരുന്നുവെങ്കിൽ റളിയല്ലാഹു അൻഹ ഈ സ്ത്രീ ചെയ്ത സേവനം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. നേരെ മറിച്ച് വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ, ഫറോവയുടെ ഭാര്യ എന്നാ പറഞ്ഞു. അതായത് ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപത്യത്തിന്റെ അധികാരവാഴ്ചയായിരുന്നു ആര് നടത്തിയത്? ഫറോവ ലഅനത്തുല്ലാഹി അലൈഹി. അവിടെ പിടിച്ചു നിന്ന ഒരു പെണ്ണ്, ആ പെണ്ണാണ് ഈമാനിന്റെ നിറകുടം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ വെച്ച് അവരെ കണ്ടുമുട്ടാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മുസ്തഫ നബിയുടെ ഭാര്യമാരിൽ ഒരാളാണ്, പരലോകത്തെ ഭാര്യമാരിൽ ഒരാളാണ് മഹദിയായ ആസിയ ബീവി. റബ്ബി, എന്റെ റബ്ബ് അവരെ എനിക്ക് വിവാഹം ചെയ്തു തരും എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹാക്കിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, എന്റെ വകയല്ല. അർബഅത്തുൻ സയ്യിദാതു നിസാഇ അഹ്ലിൽ ജന്ന, 4 പെണ്ണുങ്ങൾ സ്വർഗീയ വനിതകളിൽ നേരാക്കണം. ഒന്ന് ഖദീജ ബിൻത് ഖുവൈലിദ്, ഒന്ന് ഫാത്തിമ ബിൻത് മുഹമ്മദ്, ഒന്ന് ആസിയ ബിൻത് മുസാഹിം, 4 മറിയം ബിൻത് ഇമ്രാൻ. 4 പെണ്ണുങ്ങൾ സ്വർഗീയ വനിതകളുടെ നേതാക്കളാണ്. ഒരു പെണ്ണ് ഹബീബായ നബിയുടെ മോള, ബാക്കി 3 പെണ്ണും ത്യാഗോജ്വലമായ ചരിത്രമുള്ള പെണ്ണുങ്ങളാ. ഒന്ന് ഖദീജ ബീവി, വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദ ഇന്നക ലതസ്ലുർ റഹ്മ വതഹ്മിലുൽ കല്ല വതസ്ബിറു അലാ നവാഇബിൽ ഹഖ്. മലയിറങ്ങി വരികയാണ് മുഹമ്മദ് നബി. എന്നെ ആരോ പേടിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ മലയിറങ്ങി വരിക മുഹമ്മദ് നബി. ഇല്ല, നിങ്ങളെ ആരും പേടിപ്പിക്കില്ല. അന്ന് ഈ മനുഷ്യൻ നബിയാണോ എന്ന് പോലും ഖദീജ ബീവിക്ക് അറിയൂല. ഇസ്ലാമിൽ ആദ്യത്തെ ഉപദേശം നബി ഭാര്യയോടല്ല, ഭാര്യ നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഉറങ്ങുന്നുണ്ടാ? എന്തൊരു പാഠമാണ്! അതാണ് ബുഖാരിയിലെ ആദ്യത്തെ പാഠം. അധ്യായങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ്, തുടങ്ങുന്നതിന് മുമ്പ് കൈഫ കാന ബദഉൽ വഹീ ഇലാ റസൂലില്ലാഹി എന്ന് പറയുന്നുണ്ട്. വഹയിന്റെ നിമിത്തങ്ങളും രീതികളും പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ചെയ്ത ത്യാഗം. വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദ ഇന്നക ലതസ്ലുർ റഹ്മ വതഹ്മിലുൽ കല്ല വതസ്ബിറു അലാ നവാഇബിൽ ഹഖ്. ഞാനിത് നിങ്ങളോട് പറയുന്നത് എക്കാലഘട്ടത്തിലും സമൂഹത്തിന്റെ ശക്തിയായി നിലകൊണ്ടിട്ടുള്ളത് സഹോദരിമാരാണ്. അല്ലാഹു തആല നമുക്കും അങ്ങനെ നൽകട്ടെ. അല്ലാഹു നമുക്കും അത് നൽകട്ടെ. അപ്പൊ എല്ലാവരും ഇതിൽ ബോധവാന്മാരാകണം. എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. ആരും എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന് വിചാരിക്കരുത്. യൂശികുൽ ഉമമു അൻ തദഅ അലൈക്കും കമാ തദഅ അലാഖിലതു ഇലാ ഖസ്അതിഹാ. ഒരു സുപ്രയിലേക്ക് കൈനീട്ടുന്ന
താല്പര്യത്തോടെ നിങ്ങളെ വന്ന് കടിച്ചു വാരി തിന്ന് തീർക്കുന്ന ഒരു കാലഘട്ടം വരും എന്ന് ഹബീബായ നബി. അന്നേരം അപ്പോൾ സ്വഹാബികൾ ഹബീബായ നബിയോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫ നബിയോട് ചോദിച്ചു, അമിൻ ഖല്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്. നബിയെ, അവമിൻ ഖല്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്, അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായത് കൊണ്ടായിരിക്കുമോ അങ്ങനെ സംഭവിക്കുക എന്ന്? ഞങ്ങൾ എണ്ണത്തിൽ കുറച്ചാവോ, എന്തായിരിക്കും അങ്ങനെ ഉണ്ടാവുക എന്നൊക്കെ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കും, നോക്കൂ നിങ്ങൾ, അതവരുടെ ജിജ്ഞാസയാണ്. ഒന്ന് പറയട്ടെ, എണ്ണത്തിൽ കുറവാവുക എന്നത് ഒരിക്കലും തകർച്ചയുടെ കാരണം അല്ല. എണ്ണത്തിൽ കുറവാകൽ തകർച്ചയുടെ കാരണം. فلما فصل طالوت بالجنود قال إن الله مبتليكم بنهر فمن شرب منه فليس مني ومن لم يطعمه فإنه مني إلا من اغترف غرفة بيده فشربوا منه إلا قليلا منهم فلما جاوزه هو والذين آمنوا معه قالوا لا طاقة لنا اليوم بجالوت وجنوده قال الذين يظنون أنهم ملاقو الله كم من فئة قليلة غلبت فئة كثيرة بإذن الله والله مع الصابرين فلما برزوا لجالوت وجنوده قالوا ربنا افرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين فهزموهم بإذن الله وقتل داود جالوت وآتاه الله الملك والحكمة وعلمه مما يشاء ولولا دفع الله الناس بعضهم ببعض لفسدت الأرض ولكن الله ذو فضل على العالمين تلك آيات الله نتلوها عليك بالحق وإنك لمن المرسلين. അങ്ങനെയാ ഖുർആൻ പറഞ്ഞു. വളരെ സമർത്ഥമായ ഒരു ഉപദേശം നൽകുകയാണ് അവിടെ വിശുദ്ധ ഖുർആൻ. എന്റെ രംഗം നിങ്ങളിൻ്റെ കൂടെ ഇല്ലേ? ഞാൻ അർത്ഥം പറയുന്നതിന് മുമ്പ് അർത്ഥം പറയണോ? നിങ്ങളിൻ്റെ ഒപ്പം ഇല്ലേ? നിങ്ങളിൻ്റെ ഒപ്പം ഇല്ലെങ്കിൽ ഞാൻ അർത്ഥം പറയാതെ ഓടിപ്പോ. ഖുർആൻ അർത്ഥം പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ഇബാദത്താണ്, അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ഇബാദത്താണ്. അല്ലാഹു തആല ഇബാദത്ത് നമുക്ക് നൽകട്ടെ. ഇന്നാണ് ഖദറിന്റെ രാത്രിയെങ്കിൽ അല്ലാഹു അത് നമുക്ക് ചൊരിഞ്ഞു തരട്ടെ. നാളെയാണെങ്കിൽ അല്ലാഹു നമ്മളെ തടയാതിരിക്കട്ടെ. അല്ലാഹു മലായികത്തുൽ മുഖറബീങ്ങൾ സലാം പറയുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സാധുക്കളായ നമ്മളെയൊക്കെ ചേർക്കട്ടെ. എല്ലാവരെയും അല്ലാഹു തആല ചേർക്കട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മളൊക്കെ സമുദായത്തിൻ്റെ ഭാവിയിലെ കുട്ടികളാണ്. ഈ ഫുട്ബോളിൻ്റെ പിന്നിൽ മാത്രം ജീവിതം തൊലച്ച് നിങ്ങൾ നശിച്ചു പോകരുത്. നിങ്ങളിത് പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വലിയ ഫുട്ബോൾ കമ്പക്കാരാണ്, തിരൂർക്കാർ എന്നതുകൊണ്ടാണ് ഇക്കൊല്ലം ഈ റമദാനിൽ തിരക്കുണ്ടായിട്ട് കൂടി ഇങ്ങനത്തെ ഒരു പരിപാടി ഞാൻ ഏറ്റത്. നിങ്ങളാണല്ലോ ഫുട്ബോൾ കാർണിവൽ നടത്തിയിട്ട് ഇന്ത്യയെ തന്നെ അത്ഭുതപ്പെടുത്തിയത്. കാരണം ലോകകപ്പ് ഫുട്ബോളിൽ ഫുട്ബോൾ കാർണിവൽ എന്ന ഒരു പരിപാടി ഇന്ത്യയിൽ തന്നെ മറ്റൊരു നാട്ടിലും ബൈച്ചിംബൂട്ടിയയുടെ ബംഗാളിൽ അടക്കം നടന്നിട്ടുണ്ടായിരുന്നില്ല. അബ്ദുൽ ഹക്കീമിൻ്റെ പാലക്കാടോ ജോപോൾ അഞ്ചേരിയുടെ തൃശ്ശൂരോ നടക്കാത്ത ഒരു കാര്യമാണ് സത്യത്തിൽ തിരൂർക്കാട് നടത്തിയത്. അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഇത് ഉൾക്കൊള്ളേണ്ടത്. ആ കാർണിവലിലൊക്കെ പങ്കെടുത്ത ധാരാളം ആളുകൾ ഇവിടെ ഉണ്ടാകും എന്നതുകൊണ്ട് നിങ്ങളോട് തന്നെയാണ് ഞാനിത് പറയുന്നത്. നിങ്ങളിത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അടുപ്പിച്ചിരിക്കുന്നത്. പരമാവധി നിങ്ങൾ ഉൾക്കൊള്ളാം. അല്ല എനിക്കൊരു ലക്ഷ്യം വേണ്ട, ഒരു കാര്യത്തിന് ലക്ഷ്യം വേണ്ട. എൻ്റെ ലക്ഷ്യത, എൻ്റെ ലക്ഷ്യം
എൻ്റെ തലയിലുള്ള ഈ ആശയം നിങ്ങളെ തലക്കെടുക്കാറില്ല. അതിന് നിങ്ങൾ വയലെന്ന് പറഞ്ഞാലും വേണ്ടില്ല, അത് നിങ്ങൾ ക്ലാസ് എന്ന് പറഞ്ഞാലും വേണ്ടില്ല, എന്ത് പറഞ്ഞാലും വേണ്ടില്ല, അത് തലക്കെടുക്കാറ്. എന്നിട്ട് അതൊരു പുതിയ നൂറ്റാണ്ടിൻ്റെ ശക്തിയായി മാറണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്താ ഞാൻ പറഞ്ഞത്? ഒരിക്കലും ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ അശക്തിയല്ല. സ്വഹാബികൾ ഹബീബാ നബിയോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താ ചോദിച്ചവ? മിൻ ഖല്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്, എണ്ണത്തിൽ ചുരുക്കമായത് കൊണ്ടായിരിക്കുമോ ഞങ്ങളെ ആളുകൾ കടിച്ചു കീറുക? ഹബീബാ നബി പറഞ്ഞില്ല, ഒരിക്കലുമല്ല. എന്തുകൊണ്ട്? എണ്ണത്തിൽ കുറവാവുക എന്നത് ഒരു സമൂഹത്തിന്റെ ഒരിക്കലും അശക്തി ആയിരുന്നെങ്കിൽ ഒരു ചരിത്രം പറയാം. അതാണ് എന്താ സംഭവം? BC 1100 ഈ സംഭവം നടന്നത് എന്നാണ് പ്രധാന അഭിപ്രായം. ജോർദാനിലാണെന്നും ഫലസ്തീനിലാണെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും ജോർദാൻ ഫലസ്തീനൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമായിരുന്നു അവരുടെ സിവിലൈസേഷൻ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന് തൊട്ട് മുമ്പ് ഇസ്രായേലിലേക്ക് വന്ന ഒരു പ്രവാചകനായിരുന്നു മഹാനായ ശംവീൽ അലൈഹിസ്സലാം. ബൈബിൾ അദ്ദേഹത്തെ ഷാമുവേൽ എന്ന് പറയുന്നുണ്ട്. ഒരുപാട് ക്രിസ്ത്യാനികൾക്ക് ഷാമുവേൽ എന്ന പേര് തന്നെയുണ്ട്. ഇല്ലേ? ശംവീൽ ഒരു പ്രവാചകനായിരുന്നു, സയ്യിദുനാ ശംവീൽ അലൈഹിസ്സലാം. അങ്ങനെ ശംവീൽ നബിയുടെ കാലഘട്ടത്തിൽ ഒരു കുഴപ്പമുണ്ടായി. ഫലസ്തീന്, ജോർദാൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഒരു തരം ആഭ്യന്തര കുഴപ്പങ്ങളുണ്ടായി. ആ ആഭ്യന്തര കുഴപ്പങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ജാലൂത്ത് എന്ന ഒരു അക്രമിയായിരുന്നു. അയാൾ വലിയ മർദ്ദകനും വലിയ ഒരു അക്രമിയുമായിരുന്നു. അയാൾ, മനസ്സിലായില്ല നിങ്ങൾക്ക് പറഞ്ഞത്? ഒരു അക്രമി ഉണ്ടായിരുന്നു ഫലസ്തീനിലും ജോർദാനിലും ഒക്കെ ഒരു വലിയ അക്രമി ഉണ്ടായിരുന്നു. അയാളെ ഖുർആൻ ജാലൂത്ത് എന്ന് പറയുന്നുണ്ട്. ജാലൂത്ത് എന്നാണ് അയാളുടെ പേര്. അയാൾക്ക് ഏകദേശം 2 ലക്ഷത്തോളം വരുന്ന പടയുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെ 2 ലക്ഷത്തോളം വരുന്ന പടയുമായി ഇയാൾ മുസ്ലിം ഉമ്മത്തിനെ കയറി അടിച്ചു, തരിപ്പണമാക്കി, മുസ്ലിം വീടുകൾ നാമാവശേഷമാക്കി, കടകൾ കമ്പോളങ്ങൾ കൊള്ള ചെയ്തു, പെണ്ണുങ്ങളെ മുഴുവനും അയാൾ സ്വന്തമാക്കി. അങ്ങനെ വലിയ നാശമുണ്ടാക്കി, വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. മുസ്ലിമീങ്ങളെ ജോർദാനിലെ മലമടക്കുകളിലേക്ക് ഓടിച്ചു. അക്കാലത്തെ നബിയായിരുന്നു മഹാനായ ശംവീൽ. പക്ഷേ ശംവീൽ ഒരിക്കലും ഒരു യോദ്ധാവൊന്നും ആയിരുന്നില്ല അലൈഹിസ്സലാം. യോദ്ധാക്കളല്ലാത്ത പ്രവാചകന്മാരുണ്ടായിട്ടുണ്ടല്ലോ, ആ കൂട്ടത്തിലെ നബിയാണ് മഹാനായ ശംവീൽ. പക്ഷേ യുദ്ധം അനിവാര്യമായ ഒരു ഘട്ടമായിരുന്നു അന്ന്. അപ്പോൾ പിന്നെ ഒരു പ്രവാചകൻ അള്ളാഹുവിനോട് ഒരു പരിഹാരമായി ആവശ്യപ്പെട്ടു. ആ പരിഹാരമായി അള്ളാഹു യുദ്ധത്തിന് കൽപ്പിക്കുകയും സേനാധിപതിയായി ത്വാലൂത്തിനെ നിശ്ചയിക്കുകയും ചെയ്തു. മനസ്സിലായില്ലേ? ജാലൂത്ത് അല്ല, ജാലൂത്ത് അക്രമികളുടെ തലവനാണ്. അതിന് പകരം ഒരു നേതാവിനെ മുസ്ലിമീങ്ങൾക്ക് നൽകി. അദ്ദേഹമാണ് ത്വാലൂത്ത്. അദ്ദേഹം നബിയൊന്നുമല്ല. പ്രധാന അഭിപ്രായ പ്രകാരം കാന വലിയം മിൻ ഔലിയ ഇല്ല, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രധാനപ്പെട്ട ഒരു ആരിഫായ നല്ല ഒരു ചെറുപ്പക്കാരനായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ്ന ത്വാലൂത്ത് റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ പറഞ്ഞത്? അങ്ങനെ അദ്ദേഹത്തിന്റെ കീഴിൽ മുസ്ലിമീങ്ങൾ ഏകദേശം 70,000-ഓളം ആളുകൾ യുദ്ധത്തിന് പോയ സംഭവം ഖുർആൻ പറയുന്നുണ്ട്. അത് ഖുർആനിലെ ചരിത്രങ്ങളുടെ ഒരു കാതല. മറ്റു പലയിടത്തും ഇതിലേക്ക് സൂചനയും ഖുർആൻ പറയുന്നുണ്ട്. വളരെ മനോഹരമായൊരു കഥയും മറ്റു പല രംഗങ്ങളിലും എടുത്തു പറഞ്ഞിട്ടുള്ളതും ഖുർആനിലെ ചരിത്രങ്ങളുടെ, അനവധി ചരിത്രങ്ങളുടെ കാതലായ ഒരു ചരിത്രവുമാണ് ഈ ചരിത്രം. ചിന്തിക്കണം. അങ്ങനെ യുദ്ധത്തിന് പുറപ്പെട്ടു. ജാലൂത്തിന്റെ കയ്യിലാകട്ടെ 2 ലക്ഷത്തോളം പട്ടാളമുണ്ടായിരുന്നു. അവരെ തോപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടതു തന്നെയും എത്ര ആളേ ഉള്ളൂ? 70,000. അഥവാ ജാലൂത്തിന്റെ പടയുടെ ഏകദേശം 1/3 അല്ലെ? അങ്ങനെ തന്നെയല്ലേ? 721 3/1 എന്ത്? ഏകദേശം 1/3 എന്ത്? 70,000. അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ പുറപ്പെട്ടങ്ങനെ പോയി. പുറപ്പെട്ടു പോയപ്പോൾ ത്വാലൂത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരി, നമുക്ക് യുദ്ധത്തിന് പോകാം. അള്ളാഹു എനിക്കൊരു വിവരം നൽകിയിട്ടുണ്ട്. ആ വിവരം ത്വാലൂത്തിന് ഇൽഹാമിലൂടെ അറിയിച്ചു എന്നും
അതല്ല ശംവീൽ നബി ആ വിവരം പറഞ്ഞു കൊടുത്തു എന്നുമൊക്കെ അഭിപ്രായങ്ങളുണ്ട്. എന്താ فلما فصل طالوت بالجنود قال إن الله مبتليكم بنهر فمن شرب منه فليس مني ومن لم يطعمه فإنه مني إلا من اغترف غرفة بيده. നമ്മൾ പോകുന്നതിന് മുമ്പ് യൂഫ്രട്ടീസിനിടയിൽ നമ്മൾ ജാലൂത്തിന്റെ പടയിലേക്ക് പോകുമ്പോൾ അതിനിടയിൽ യൂഫ്രട്ടീസ് നദിയുണ്ട്. യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് വെള്ളം കുടിക്കരുത്. ഇന്ന് യോദ്ധാക്കൾ ആരും എത്ര വിഷമിച്ചാലും വെള്ളം കുടിക്കരുത് എന്ന് അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. യുദ്ധത്തിന് ശേഷമല്ലാതെ ഇന്ന് ആരും വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് നേതാവായ ആര് പറഞ്ഞു? ത്വാലൂത്ത് പറഞ്ഞു. ചിന്തിക്കാം. താലൂത്തിനെ നേതാവാക്കിയതിൽ തന്നെ ആ 70,000-ൽ പലർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം 70,000-ൽ പലരും കുബേരന്മാരായിരുന്നു. താലൂത്താകട്ടെ ഒരു ആട്ടിടയനായിരുന്നു, ഒരു സാധുവായിരുന്നു. ഒരു സാധുവിനെ പിടിച്ച് നേതാവാക്കുന്നതിൽ പലപ്പോഴും ആളുകൾക്ക് താല്പര്യം ഉണ്ടാവില്ലല്ലോ. അന്നും ജനങ്ങൾക്ക് ധനമില്ലാത്ത അയാളെങ്ങനെ നേതാവാകുമെന്നൊക്കെ ഒരു നേരത്തെ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അവർ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞു. പിന്നെ നിർബന്ധ സാഹചര്യത്തിൽ മറ്റു ചില അടയാളങ്ങളൊക്കെ കണ്ടതുകൊണ്ട് അദ്ദേഹത്തെ നേതാവാക്കി പുറപ്പെട്ട. ശ്രദ്ധിക്കണേ, എന്തിനാ ഞാനിത് പറയുന്നത്? ഒരിക്കലും ന്യൂനപക്ഷം എന്ന പ്രയോഗം മുസ്ലിം സമുദായത്തിന്റെ അശക്തിയെ അറിയിക്കുന്നേ ഇല്ല. അതൊന്നുമില്ല. നിങ്ങൾ കുട്ടികളെ ഇത് ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം. ന്യൂനപക്ഷമല്ല അശക്തി, അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുകയേ ചെയ്യരുത്. വളരെ ചിന്തിക്കണം. ഇവർ ഇത് താലൂത്ത് പറഞ്ഞപ്പോൾ ആരും ഇന്ന് വെള്ളം കുടിക്കരുത്. വളരെ ബുദ്ധിമുട്ടിയ ആളുകൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ? ഒരു കയ്യിൽ എടുത്തിട്ട് പുഴ വിട്ട് കടന്ന് പോകുമ്പോ വേണമെങ്കിൽ പറ്റ കുടുങ്ങിയാൽ ഒരു കൈ കൊണ്ട് വേണമെങ്കിൽ ഒന്ന് അണ്ണാക്ക് നനക്കാം. യുദ്ധത്തിന് മുമ്പ്. യുദ്ധം കഴിഞ്ഞാൽ പിന്നെ ദേഷ്ടം കുടിച്ചോളൂ, പ്രശ്നമൊന്നുമില്ല. മനസ്സിലായില്ല നിങ്ങൾക്ക്? യൂഫ്രട്ടീസിൽ നിന്ന് വെള്ളം കുടിക്കാതിരിക്കലാണ് അള്ളാഹു അറിയിച്ചു തന്ന തീരുമാനം. അതാണ് നമ്മുടെ യുദ്ധത്തിന്റെ നിബന്ധന എന്ന് താലൂത്ത് തന്റെ യോദ്ധാക്കളോട് പറഞ്ഞു. അത് ഓർമ്മല്ലേ? സൂറത്തുൽ ബഖറയാണത്. അൽ ബഖറയിൽ വളരെ മനോഹരമായി ആ സംഭവം പറയുന്നുണ്ട്. ആരെങ്കിലും കുടിഞ്ഞ വേണമെങ്കിൽ ഒരു കൈക്കുമ്പിൾ കൊണ്ടൊന്ന് അണ്ണാക്ക് നനക്കാം. ആളുകൾ അങ്ങോട്ട് പൊട്ടിച്ചിരിച്ചു. യുദ്ധവും പുഴയിലെ വെള്ളവും തമ്മിൽ എന്തു ബന്ധം? നിന്നെ പിടിച്ച് നേതാവാക്കിയത് തന്നെ ഞങ്ങൾക്കുള്ള നഷ്ടമാണ്. നീ ആട്ടിടയനല്ലേ? ആട്ടിടയനെ വെള്ളം കൊടുക്കുന്ന കാര്യമല്ലാതെ വേറെ വല്ലതും കളിയാക്കി. എന്നിട്ട് അവരെന്ത് ചെയ്തു? വളരെ കുറഞ്ഞ ആളുകളല്ലാത്തവർ മുഴുവനും, വളരെ കുറഞ്ഞ ആളുകൾ എന്ന് പറയുന്നത് അദദു അഹ്ലി ബദരിൻ അദദു അസ്ഹാബി ബദരിൻ ഖല റസൂലുള്ളാഹി. വളരെ കുറഞ്ഞ ആളുകളല്ലാത്തവരൊക്കെ വെള്ളം കുടിച്ചു. ഈ വളരെ കുറഞ്ഞ ആളുകൾ എന്നതുകൊണ്ട് ഹബീബായ നബി പറഞ്ഞു, വളരെ കുറഞ്ഞവരെന്നാൽ അത് അദദു അഹ്ലി അസ്ഹാബി ബദരിൻ, അത് അസ്ഹാബ് ബദറിന്റെ എണ്ണമായിരുന്നു. അഥവാ 313 ആളുകൾ വെള്ളം കുടിച്ചില്ല. ബാക്കിയുള്ളവർ മുഴുവനും വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചാൽ ഓജസ് കൂടുകയല്ലേ ചെയ്യുക? വെള്ളം കുടിച്ചാൽ ശക്തി കൂടുകയല്ലേ ചെയ്യുക? വെള്ളത്തിൽ നല്ല ഉന്മേഷം ഉണ്ടാവുക. അതുകൊണ്ട് വെള്ളം കുടിച്ചാൽ എന്താ? ആട്ടിടയാൻ നിനക്ക് വല്ലതും അറിയോ എന്ന് പറഞ്ഞിട്ട് വളരെ കുറഞ്ഞ ആളുകൾ മാറിയിരുന്നു, ബാക്കിയുള്ളവർ മുഴുവനും. എന്നിട്ട് മുഅ്മിനീങ്ങളായ 313 വെള്ളം കുടിക്കാതെ കരയിലേക്ക് കയറിയപ്പോൾ ഇവർ പറഞ്ഞു, വെള്ളം കുടിച്ചവർ പറഞ്ഞു,
വെള്ളം കുടിച്ചു നോക്കുമ്പോൾ ഞങ്ങളുടെ ശേഷി മുഴുവനും തീർന്നിരിക്കുന്നു. ഞങ്ങൾ വിചാരിച്ചത് മനസ്സിലായില്ല. ആരോട് പറഞ്ഞു? വെള്ളം കുടിക്കാത്തവരോട്. വെള്ളം കുടിച്ചവർ പറഞ്ഞു ഞങ്ങൾ വിചാരിച്ചത് വെള്ളം കുടിച്ചാൽ ഒന്നും കൂടി ഓജസ് കൂടുന്നാണ്. വെള്ളം കുടിക്കണോട് കൂടെ ഉള്ള ശക്തിയൊക്കെ ത്വാഖത്ത് എന്നാൽ ശേഷി. ഞങ്ങൾക്ക് ഒരു ശക്തിയുമില്ല. ഞങ്ങൾ വെള്ളം കുടിച്ചപ്പോ ഓജസ് കൂടുമെന്ന് വിചാരിച്ച ഞങ്ങൾ കുടിച്ചു നോക്കുമ്പോൾ ഉള്ള ഓജസ് മുഴുവനും ചോർന്നു. അതുകൊണ്ട് ഇന്ന് ഏതായാലും യുദ്ധത്തിന് വരാൻ ഞങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഇവിടെ പുറപ്പെട്ടതിന് എത്രയുള്ളൂ? പുറപ്പെട്ടതിന് എത്രയുള്ളൂ? 70,000 അഥവാ ശത്രുവിന്റെ 1/3 ഭാഗം. അതിൽ എത്ര ആൾ വെള്ളം കുടിച്ചു? എത്ര ആൾ വെള്ളം കുടിച്ചു? 69,000. ഒന്നും കണക്ക് കൂട്ടി, നിങ്ങൾ വലിയ കച്ചവടക്കാരല്ലേ തിരുവിക്കാര്. 69,687 ആളുകൾ വെള്ളം കുടിച്ചു. 69,600 അല്ലേ എനിക്ക് പേച്ചോ 69,687 ആളുകൾ വെള്ളം കുടിച്ചു. അവിടെ തന്നെ തഫ്സീർ പറയുന്നുണ്ട്, ഇതാണ് അവിടെ എണ്ണം. അസ്ഹാബ ബദറിന്റെ എണ്ണം മാത്രമേ കുടിക്കാതുള്ളൂ, ബാക്കിയുള്ളവർ മുഴുവനും കുടിച്ചു. അവർ പറഞ്ഞു ഇന്ന് ഞങ്ങൾക്ക് യുദ്ധത്തിന് വയ്യ. ഫശരിബു മിൻഹു ഇല്ലാ ഖലീലം മിൻഹും ഫലമ്മാ ജാവസഹു ഹുവ വല്ലദീന ആമനൂ മഅഹു ഖാലൂ ലാ ത്വാഖത ലനാ അൽയൗമ ബിജാലൂത വജുനൂദിഹി. ഇന്ന് ജാലൂത്തിന്റെ പട്ടാളത്തോട് യുദ്ധം ചെയ്യാനുള്ള കരുത്തൊന്നും ഞങ്ങൾക്കില്ല എന്ന് വെള്ളം കുടിച്ചവർ വിളിച്ചു പറഞ്ഞു. അവർ വെള്ളം കുടിച്ചപ്പോൾ വെള്ളം കൊണ്ട് കുടിച്ചു. ഏത് ഹറാമിനും അള്ളാഹു ഒരു ലദ്ദത്ത് കൊടുക്കും. മനസ്സിലായില്ല? അത് ഹറാമിന്റെ സ്വഭാവമാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു ഹറാമിനൊരു സ്വഭാവം, ഒരു രസമുണ്ട്. ഒരു ഹറാം എപ്പോഴും ഒരു സുഖ. വെള്ളം കുടിക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വെള്ളം കൊണ്ട് കുടിക്കും. വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാൽ ഒരാളോട്ട് ഒന്ന് സഹകരിക്കും മനുഷ്യന്മാർ. അതതിന്റെ സ്വഭാവ. ഏത് തിന്മയിലും മനുഷ്യന്മാർക്ക് ഇങ്ങനെ ആനന്ദം ഉണ്ടാവും. വെള്ളം കുടിച്ചപ്പോ ഇവർക്ക് തോന്നി ഇത് തിരക്കടില്ലല്ലോ വെള്ളം, അങ്ങോട്ട് പോത്ത് കുടിക്കുമ്പോഴാണ് കുടിച്ചു. അങ്ങോട്ട് കുട്ടിച്ചങ്ങോട്ട് നിറച്ചപ്പോ അവര് പറഞ്ഞൂല ഞങ്ങൾക്ക് ഇന്നൊരു കരുത്തില്ല, വയ്യാന്ന് പോമി. അപ്പോൾ പിന്നെ 2 ലക്ഷം വരുന്ന പടയോട് എതിരിടാൻ വേണ്ടി പുറപ്പെട്ടവരാണ്. ഇനി ഇവർക്ക് പോവുകയല്ലാതെ നിർവാല്ല. പോവേണ്ടവർ എത്രയാണ്? ഇനിയുള്ള ആയത്ത് കണ്ടോളൂ. ഖാലല്ലദീന യظنون അന്നഹും മുലാഖുല്ലാഹ് കം മിൻ ഫിഅത്തിൻ ഖലീല ولبث فئة كثيرة بإذن الله والله مع الصابرين. قال الذين يظنون أنهم ملاقو الله. എന്നാണെങ്കിലും അള്ളാഹുവിങ്കലേക്ക് ചെല്ലേണ്ടി വരുമെന്ന് വിചാരിച്ചവർ പറഞ്ഞു. എന്നാണെങ്കിലും അള്ളാഹുവിലേക്ക് ചെല്ലേണ്ടി വരുമെന്ന് വിചാരിച്ചവർ പറഞ്ഞു. അതായത് 313 തീരുമാനിച്ചു, ഇന്ന് യുദ്ധത്തിന് പോയാൽ മിക്കവാറും ഞങ്ങളുടെ മരണമായിരിക്കും. അതിന്നല്ലെങ്കിലും എന്നാണെങ്കിലും മരണം ഉണ്ടാവുമല്ലോ. എടുത്തു വെച്ച കാൽ പിന്നോട്ട് വെക്കുന്ന പരിപാടി ഇല്ല. എന്നാണെങ്കിലും മരിക്കേണ്ടി വരുമെന്ന് ചിന്തയുള്ള 313 ആളുകൾ പറഞ്ഞു. എന്തു പറഞ്ഞു? കമ്മിൻ ഫിഅത്തിൻ ഖലീല വലബസ ഫിഅതൻ കസീറതൻ ബിഇസ്നില്ലാഹ്. വളരെ കുറഞ്ഞ സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടായപ്പോൾ ജയിച്ചിട്ടുള്ളത്. മനസ്സിലായില്ല? ഇവിടെ എന്തിനും മറുപടി പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് നമ്മളെ പരാജയം എന്നും നമ്മൾ ന്യൂനപക്ഷം ഒന്നും അല്ല നമ്മളെ പ്രശ്നം വേറെയാ. നമ്മളിവിടെ ന്യൂനപക്ഷല്ലേ എന്നൊക്കെ പറയും ചില ആളുകൾ. നമ്മൾ ഭൂമിയിൽ തന്നെ ന്യൂനപക്ഷല്ലേ, അതൊക്കെ എന്തു വർത്തമാനമാണ് മനുഷ്യന്മാരെ ഈ പറയുന്നത്.